ഇന്നത്തെ റെസിപ്പി ബീഫ് സമൂസയാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇട്ടുകൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കണം എന്നില്ല, ബീഫിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ബീഫ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അടുത്തത് ഇനി മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 പിഞ്ച് പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില 2-3 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമൂസ ഷീറ്റ് വേണം. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ടാണ്. സമൂസ ഷീറ്റ് ഒട്ടിക്കാനായിട്ടാണ്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി നല്ല ബ്രൗൺ കളറായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറണം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ക്രഷ് ആവണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മൈദയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ മതി. ബീഫ് മസാല ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി സമൂസ റെഡിയാക്കി എടുക്കാം. ഒരു ഷീറ്റ് എടുക്കുക. ഇനി ഇത് കോൺ ഷേപ്പിലേക്ക് ആക്കണം. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലിന് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി സൈഡിലൊന്ന് ഗം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒട്ടിക്കാം. ഈ സൈഡിൽ മുഴുവനൊന്ന് ഗമ്മാക്കിയിട്ട് ഇത് ഫുള്ള് കവർ ചെയ്തെടുക്കാം. സമൂസയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സമൂസ ഇട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഇതൊന്ന് തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സമൂസയും റെഡിയാക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയി വരുന്നവരെ ബൈ.